നിങ്ങൾ ഈ ട്രീ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഒരുപാട് വ്യത്യസ്തതകളുണ്ട് ഇതിൻ്റെ അലങ്കാരങ്ങൾ എല്ലാം. നമ്മൾ സാധാരണ ഷോപ്പിംഗ് മാളിലും ക്രിസ്മസ് മാർക്കറ്റിലും ഒന്നും കാണുന്ന മാതിരിയുള്ള ഒരു ട്രീ അല്ല ഇത്. കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ അലങ്കാരങ്ങൾ കാണാൻ. ഭയങ്കര വ്യത്യാസം തോന്നിക്കുന്നില്ലേ? നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നമ്മുടെ ദുബായിലല്ല, അബുദാബിയിലെ യാസ് ബേ എന്ന് പറയുന്ന സ്ഥലത്തെ ക്രിസ്മസ് മാർക്കറ്റിലെ ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഞാൻ ഇന്നവിടെ ക്രിസ്മസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിവിടെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ വേൾഡ് വൈഡ് ഉള്ളതാണെന്ന് പറയുന്നു. ക്രിസ്മസ് ട്രീയിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഓണാക്കുന്ന ഒരു ദിവസമുണ്ടെന്ന്. അപ്പം ആ ഡേ ഇന്നാണ്. ഇന്ന് ഡിസംബർ 14 ഇന്നാണ് യാസ്ബേയിലെ ക്രിസ്മസ് ട്രീയിലെ ലൈറ്റ് ഓണാക്കുന്ന ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ആ ലൈറ്റൂടെ വരുമ്പോഴുള്ള ഭംഗി എന്തായിരിക്കും? ഇതുവരെ ഈ ട്രീ അലങ്കരിച്ച് വെച്ചേക്കുന്നതല്ല, ഇത് ലൈറ്റ് ഇട്ടിട്ടില്ല. ഇന്നാണ് ആ ചടങ്ങ് നടക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരുപാട് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഒരുപാട് ക്രിസ്മസ് മാർക്കറ്റുകൾ മാതിരിയുണ്ട്. പിന്നെ ഇതിന് ഈ യാസ്ബേയിൽ നിറയെ ഹോട്ടലുകളും അങ്ങനെയൊക്കെയുള്ള 5 സ്റ്റാർ ഹോട്ടലുകളും അതിൻ്റെ സൗകര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ തന്നെയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയ ഔട്ട്ലെറ്റ് മാതിരി എടുത്തിട്ടിട്ട് ഒരുപാട് ഫുഡ് ഐറ്റംസ് അല്ലാതുള്ള ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് വരിക. ക്രിസ്മസ് ഇത് തീരുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ സൈഡിൽ തന്നെ നമുക്ക് ബോട്ട് സർവീസിംഗ് ഒക്കെ ഉണ്ട്. വളരെ മനോഹരമായ ഒരു പ്ലേസാണിത് കേട്ടോ. അബുദാബിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. അപ്പം ഈ ക്രിസ്മസ് ട്രീ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തേക്കുന്നത് അത് ഓണാക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുകൂടെ നമുക്ക് കാണാം. ഒരുപാട് വേറെ ഉണ്ട് മാർക്കറ്റിനകത്ത്, ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പോയി ഫുള്ളൊന്നും എടുക്കാനൊക്കത്തില്ല, കാരണം ഒത്തിരി സ്ഥലത്തും ഉണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമാകത്തില്ലേ. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ട്രീയുടെ മാത്രമൊക്കെ എടുക്കാം. പിന്നെ ഇത്രയൊക്കെ ഞാൻ ഈ സൈഡിലൊക്കെ നിന്നിട്ടിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തതാണ്. അപ്പം ആ ലൈറ്റ് ഓണാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാന്താക്ലോസ് അകത്തേക്ക് കയറിയിട്ടുണ്ട്. മിക്കവാറും എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ ചെയ്യുമായിരിക്കുമെന്ന്. Shall we go there? Or shall we come another time? Shall we come another time? Okay, let's go stand and do that. Wait your turn, you're in the line, yeah? Okay, so wait your turn. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കുട്ടികളൊക്കെ ചെന്നിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുന്നുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട്, നമുക്ക് ക്ലിയറായിട്ട് കിട്ടത്തില്ല.
അപ്പോൾ ഇവിടെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. അപ്പം നമ്മുടെ ട്രീയിലെ ലൈറ്റ് ഇപ്പോൾ ഓൺ ആകുമായിരിക്കും. നമുക്ക് കാണാം. ഇവിടെ ക്രിസ്മസ് ഫാദറിൻ്റെ അടുക്കലോട്ട് അടുക്കാനൊക്കത്തില്ല. അവിടെ പപ്പായടുക്ക ഭയങ്കര ക്യൂ ആണ് ആൾക്കാർ. നമ്മുടെ ക്രിസ്മസ് ട്രീയിലെ ലൈറ്റ് കാണാനായിട്ട് നമ്മുടെ ചന്ദ്രൻ കുഞ്ഞും ആകാശത്ത് തെളിഞ്ഞ് നിൽപ്പുണ്ട്. കണ്ടില്ലേ? അദ്ദേഹം ഇത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മാതിരി തോന്നും നമുക്ക്. ഏഴ് മണിയാണ് സമയം അവർ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഞാനവിടെ ക്രിസ്മസ് ഉപ്പായിടൊക്കെ പോയൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല. കണ്ടില്ലേ? അവിടേക്കുള്ള ക്യൂ ആണിത്. അദ്ദേഹം ആ ട്രീയുടെ അടുക്കൽ ഇരിക്കുകയാണ്. പക്ഷെ അവിടേക്ക് പോകാനുള്ള ക്യൂ ആണിത്. കണ്ടില്ലേ? 100 പേരൊന്നും അല്ല ക്യൂ നിൽക്കുന്നത്. അത്രയും സമയം എനിക്ക് നിൽക്കാൻ സമയവും ഇല്ല. അത് കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടില്ല. ക്രിസ്മസ് പപ്പ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റ് മണി അടിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ലൈറ്റ് ഓൺ ചെയ്യുമായിരിക്കും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നക്ഷത്രവും അമ്പിളിയമ്മാവനും ഒക്കെ നിൽപ്പുണ്ട്. അമ്പിളിയമ്മാവൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു നക്ഷത്രവും ഉണ്ട്. അവരെല്ലാം വെയിറ്റിങ്ങിലാണ്. 7 മണിയെന്നാണ് സമയം പറഞ്ഞിരിക്കുന്നത്. മണി 7 ആയിട്ടുണ്ട്. ഓ, എത്ര ഭംഗിയാണ് കാണാനും. നോക്കിക്കേ. അപ്പം ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം. കണ്ടോ?